ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. വന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലും എന്റെ രാജുമോനെ. എന്താ എന്റെ ഋതുമോളെ? ഈ കഴിഞ്ഞ ദിവസം വരെ ചില മുനികളെ പോലെ മുഖം വീർപ്പിച്ച് കെട്ടി നടന്ന ആളാ. മുഖത്തേക്ക് നോക്കിയ പേടിയാവുമായിരുന്നു. ഇപ്പോഴോ? ഇപ്പോ നല്ല മുല്ലപ്പൂ പോലെയുള്ള ചിരിയും റോസാപ്പൂ വിടരും പോലത്തെ നോട്ടും ചെമ്പകപ്പൂ കൊഴിയും പോലത്തെ ഭാവവും. എന്നുവെച്ചാ ഒരു പ്രണയമഴ പെയ്യുന്നത് പോലെ. കവിതയും പ്രണയവും തമ്മില് എന്താ ഒരു ബന്ധം? ഈ കിളവിയൊന്നും ഞാൻ ഒന്ന് കേറിയില്ലോ, അതിനുമ്പോ തുടങ്ങിക്കോളും. നിങ്ങൾക്ക് എന്താ തള്ളേ വേണ്ടത്? ചോദിച്ചേ, ഈ കിളവി എന്ന് ഞാൻ. ഇത് കിളവിയും കുഴവിയൊന്നും അല്ല, ഞാനാ. ആര്? നിനക്ക് കണ്ണു കണ്ടൂടെ? ഞാൻ പ്രിയ, നിന്റെ ചേച്ചി. നീ ഇതെപ്പോ വന്നു? നീ ഒളിച്ചു വന്ന് കേറിയത് ഞാൻ കണ്ടില്ലല്ലോ. ഒളിച്ചു വന്ന് കേറാൻ ഇതെന്താ കള്ള് ഷാപ്പാണോ? എന്നാലും ഞാൻ വന്ന് വാതിലില് മുട്ടണ്ടായിരുന്നു. സോറി, വലിയ തെറ്റായിപ്പോയി. ഇനി ഇത് ആവർത്തിക്കില്ല. സോറി. 2026 ആദ്യത്തെ ചമ്മലായിപ്പോയി. കഷ്ടമായി പോയല്ലോ. സോറി എടാ. സോറി മോളെ. പാവം ചേച്ചി ആകെ ചമ്മിപ്പോയി. ചമ്മല എല്ലാവർക്കും ഉണ്ട്. രാജു എന്തിനാ ഇന്നലെ രാത്രി പുറത്തിറങ്ങി ആ നിലാവത്ത് പോയി നിന്നത്? അത് ഉറക്കം വന്നില്ല. അതെന്താ ഉറക്കം വരാത്തെ? അതെന്താന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് എനിക്കും അറിയാം, രാജുവിനും അറിയാം. പക്ഷേ രാജു പറയില്ല. ഇതാ നമ്മള് തമ്മില് ഈ വഴക്കുണ്ടാവുന്ന. പറയ് രാജു. രാജുവിനെന്താ ഉറക്കം വരാതിരുന്നെ? എന്റെ ഋതുമോളെ പിരിഞ്ഞിരുന്നോ എനിക്ക് ഉറക്കം വരുവോ? ഇത് കേൾക്കാനല്ലേ രാജു ഞാൻ കാത്തിരുന്നത്. ഇതല്ലേ പ്രണയം?